92 വയസ്സിലും യുവത്വം വിടാതെ യോഗാചാര്യൻ. എറണാകുളം ചെറായി സ്വദേശി ഉപേന്ദ്രനാചാര്യയ്ക്ക് യോഗ എന്നാൽ ആസനങ്ങൾ മാത്രമല്ല, മറിച്ച് ജീവിത രീതിയാണ്. വർഷങ്ങൾ നീണ്ട യോഗ സബരിയയ്ക്കിടയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അത് പകർന്നു നൽകിയിട്ടുമുണ്ട്. യോഗാചാര്യൻ ഉപേന്ദ്രനാചാര്യയുടെ ജീവിതം തന്നെയാണ് യോഗാ ദിനത്തിലെ ഏറ്റവും നല്ല സന്ദേശം. കുലത്തൊഴിലായ ആശാരിപ്പണിക്കിടയിലും ചെറുപ്പം മുതൽ യോഗ അഭ്യസിച്ച് 102 വയസ്സിലും അതേ ആർജവത്തോടെയും ആനന്ദത്തോടെയും യോഗയിൽ അദ്ദേഹം മുഴുകുന്നു. കാലത്ത് നമ്മൾ ജനിക്കുമ്പോൾ 5 മണിക്ക് എണീറ്റാൽ 1.25 മണിക്കൂർ നേരം ഈ വ്യായാമം ചെയ്യും. ആ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തിന് ഇതുവരെ യാതൊരു അസ്വസ്ഥതയുമില്ല. നയാപൈസ മരുന്ന് പോലും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. യോഗ പഠിക്കുമ്പോൾ എന്താണ് യോഗ എന്നും യോഗ പ്രാണൻ എന്താണെന്നതൊക്കെ കുറേ ആധികാരികമായി അതിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഏതാണ്ട് 70 വർഷത്തോളമായി നിരന്തരം യോഗ അഭ്യസിക്കുന്നു. മാത്രമല്ല 10,000 ശിഷ്യരെ ഇതിനോടകം ഈ ആശാൻ സൃഷ്ടിച്ചു കഴിഞ്ഞു. 102 വയസ്സായ അദ്ദേഹം ഇന്നും ആരോഗ്യത്തോടെ എങ്ങനെ വാർദ്ധക്യത്തെ നേരിടാം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്, ജീവിച്ച് കാണിക്കുകയാണ്. ഇന്നും വളരെ മിതമായ ഭക്ഷണം കഴിച്ച് പകല് മുഴുവനും ജോലി ചെയ്ത് വിശ്രമമില്ലാതെ 102 വയസ്സിലും എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചു തരുന്നു. ആശാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ആശാൻ യോഗ ജീവിതത്തിൽ വെള്ളമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. ശ്വാസം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു 10-20 മിനിറ്റ് മാക്സിമം നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് യോഗ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം വലുത് തന്നെയാണ്. ആശാൻ ഞങ്ങളുടെ ദൈവം പോലെയാണ് ഞങ്ങളെല്ലാവരും കാണുന്നത്. മൂത്തകുന്നം, ചേന്നമംഗലം, ചെറായി, കടുങ്ങല്ലൂർ എന്നുവേണ്ട പറവൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ എണ്ണമറ്റ ആളുകൾക്ക് ഇപ്പോഴും സൗജന്യമായി ഉപേന്ദ്രനാചാരി യോഗ പരിശീലിപ്പിക്കുന്നുണ്ട്. ഗുരു വന്നതിന് ശേഷമാണ് നമുക്ക് എന്താണ് യോഗയെന്ന് മനസ്സിലാകുന്നത്. അതായത് യോഗയെന്ന് വെച്ചാൽ വെറുതെ ആസനം മാത്രമല്ല. യോഗയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ആസനമുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ കോൺഷ്യസ് ബ്രീത്തിങ് ആയിരിക്കണം. ബ്രീത്തിങ് വളരെ കറക്റ്റ് ആയിരിക്കണം. അത് ആശാൻ വളരെ കർശനമാണ്. അതുകൂടാതെ മെഡിറ്റേഷൻ, അതേപോലെ മൈൻഡ്ഫുൾനെസ്, ഇതെല്ലാം സിസ്റ്റമാറ്റിക് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഗുരുവാണ്. കൃത്യമായ ഭക്ഷണക്രമവും യോഗാഭ്യാസവും തുടരുന്നതിനാൽ ഇന്നേ വരെ ഒരു അസുഖത്തിനും തന്നെ കീഴ്പ്പെടുത്താനായിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. യോഗ എന്നത് വെറും ഒരു കൂട്ടം ആസനങ്ങളോ വ്യായാമ ദിനചര്യയോ മാത്രമല്ല, മറിച്ച് അത് ഒരു ജീവിത രീതിയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും യോഗ കൈകാര്യം ചെയ്യണം. യോഗം വരണം. യോഗ എന്ന് പറയാതെ ഏകവചനമായി. യോഗം എന്ന് പറഞ്ഞാൽ എന്തായി? ആ യോഗം നമ്മൾ കൈകാര്യം ചെയ്താൽ ഔഷധങ്ങൾ കൂടാതെ നമുക്ക് ശരീരത്തെ നിലനിർത്താൻ സാധിക്കും. നമ്മളുടെ ശരീരത്തിൻ്റെ ഇന്ധനങ്ങൾ കുറയാതിരിക്കണം. എപ്പോഴും നല്ല ശരീരമായിട്ടിരിക്കണം. ഇനി ഒരൊറ്റ ആഗ്രഹം മാത്രം. യോഗാചാര്യൻ രചിച്ച ഉപേന്ദ്രയോഗ എന്ന പുസ്തകം പ്രധാനമന്ത്രിയുടെ പക്കൽ എത്തിക്കണമെന്നും യോഗ സാർവത്രികമാക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കണം എന്നുമാണത്. ജനം, കൊച്ചി.